ശബരിമലയിലെ ജീവനക്കാരുടെ പണമിടപാടുകൾ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്നാണ് കോടതി പറയുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നു. 2 ജീവനക്കാർ 1 ലക്ഷത്തിലധികം രൂപയും മറ്റു 3 പേർ 25,000 രൂപയിലധികവും അയച്ചുവെന്നും കണ്ടെത്തൽ. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, അടിമുടി പുറത്തുവരുന്ന ഓരോ കാര്യങ്ങളും അത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് വിശ്വാസികളൊക്കെ ഇത് ശ്രദ്ധിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ ദിവസക്കൂലിയായി പണിയെടുത്തിട്ടുള്ള തൊഴിലാളികളാണ്. അവരുമായി നടത്തിയ ഇടപാടുകൾ, അതിൽ ദുരൂഹത അവസാനിക്കുന്നേയില്ല. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം സ്വർണ്ണപ്പാളി വിവാദമൊക്കെ വലിയ രീതിയിൽ കത്തിപ്പടരുകയും സർക്കാരിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ദേവസ്വം ബോർഡൊക്കെ ചോദ്യമുനയിലായ സമയത്താണ് മറ്റൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. ദേവസ്വം ബെഞ്ച് സ്വമേധയാ എടുത്ത ഒരു ഹർജിയിലാണ് ഇപ്പോൾ വിശദമായ ഒരു പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഇക്കഴിഞ്ഞ മണ്ഡലകാലം, ശബരിമലയിൽ മണ്ഡലകാലം നമുക്കറിയാം, നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ, അത് സ്ഥിരം തൊഴിലാളികളുണ്ട്, അതോടൊപ്പം താൽക്കാലികമായി ആ സമയത്ത് അവിടെ കയറുന്ന ജീവനക്കാരുമുണ്ട്. അവരുടെയൊക്കെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. അതായത് ജീവനക്കാരുടെ പണമിടപാടുകൾ അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്. പോസ്റ്റ് ഓഫീസ് വഴി വ്യാപകമായി പണമിടപാടുകൾ നടന്നു. ഏകദേശം 14 ലക്ഷം രൂപയുടെ പണമിടപാട് പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 2 ജീവനക്കാർ 1 ലക്ഷത്തിലധികം രൂപയും മറ്റുള്ളവർ 25,000 രൂപയിലധികവും അയച്ചതായാണ് കണ്ടെത്തലുള്ളത്. ഇതിൽ ഇപ്പോൾ സ്ഥിരം ജീവനക്കാരും അതോടൊപ്പം താൽക്കാലിക ജീവനക്കാരും ഒക്കെ സംശയനിഴലിലുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തുള്ള പോസ്റ്റ് ഓഫീസ്, ബാങ്ക് ഇവിടങ്ങളിലൂടെയൊക്കെ ഈ സമയത്ത് നടന്ന ട്രാൻസാക്ഷൻസ് എല്ലാം പരിശോധിക്കണം എന്നാണ് കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ സംശയമുണ്ടായിരുന്നു, അതായത് ഇത്ര വ്യാപകമായി കൂടുതലായി പണമടച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ആരായാൻ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. പക്ഷേ ആ ചോദ്യം ചെയ്യാൻ അവർ എത്തിയില്ല, അതിന് ഹാജരായിട്ടില്ല. അതാണ് ഈ സംശയം ഇരട്ടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ മണ്ഡലകാലത്ത് ജോലി ചെയ്ത മുഴുവൻ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ആരായണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞത്. അത് 3 ആഴ്ചക്കകം റിപ്പോർട്ടായി തന്നെ വേണം എന്ന ഒരു കർശനമായ നിർദ്ദേശം കൂടി ദേവസ്വം ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ നെയ്യിൽ ഒക്കെ അഭിഷേകം ചെയ്ത് നെയ്യുടെ കാര്യത്തിലൊക്കെയുള്ള തട്ടിപ്പ് ഒരു വശത്ത് നടക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ശബരിമലയിൽ മണ്ഡലകാലത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയാണ് ഭണ്ഡാരങ്ങളിലടക്കം ഇടുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഈ ജീവനക്കാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ കോടതിക്കുണ്ട്. എങ്ങനെ ഇത്രയധികം രൂപ ഈ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ഈ സമയത്ത് എങ്ങനെ അയക്കുന്നു എന്നതിലൊക്കെ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും. അപ്പോൾ മറ്റൊരു വലിയ തട്ടിപ്പിനുള്ള ഒരു കളം അവിടെ ഒരുങ്ങിയിട്ടുണ്ടോ, ആ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ കോടതിക്കുള്ളത്. അതാണിപ്പോൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്.